ഒരു കസ്റ്റമർ നിങ്ങളുടെ ജനസേവന കേന്ദ്രത്തിൽ വന്ന് ചോദിക്കുന്നു, സാർ എനിക്ക് ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ ഒരു നല്ല CV തയ്യാറാക്കി തരുമോ എന്ന്. അപ്പോൾ സാധാരണയായി എന്താണ് സംഭവിക്കുന്നത്? കസ്റ്റമറുടെ വിദ്യാഭ്യാസ വിവരങ്ങൾ ചോദിക്കണം, ജോലി പരിചയം എഴുതണം, സ്കിൽ ശരിയായ രീതിയിൽ പരിശോധിക്കണം, കരിയർ ഒബ്ജക്റ്റീവ് തയ്യാറാക്കണം, ഡിസൈൻ തിരഞ്ഞെടുക്കണം, ഫോർമാറ്റിംഗ് ശരിയാക്കണം. ഇതെല്ലാം പൂർത്തിയാക്കി ഒരു പ്രൊഫഷണൽ CV തയ്യാറാക്കാൻ ചിലപ്പോൾ 1-2 മണിക്കൂർ വേണ്ടി വരും. എന്നാൽ ഇനി അത്രയും സമയം ചെലവഴിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ വളരെ മനോഹരവും പ്രൊഫഷണലുമായ ഒരു CV തയ്യാറാക്കാൻ സഹായിക്കുന്ന പുതിയ നമ്മുടെ പോർട്ടൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. കസ്റ്റമറുടെ അടിസ്ഥാന വിവരങ്ങൾ മാത്രം നൽകുക, ബാക്കി കരിയർ ഒബ്ജക്റ്റീവ്, സ്കിൽസ്, എക്സ്പീരിയൻസ് ഡിസ്ക്രിപ്ഷൻ തുടങ്ങിയ പ്രധാന ഉള്ളടക്കങ്ങൾ AI സഹായത്തോടെ നമുക്ക് തയ്യാറാക്കാം. വ്യത്യസ്തമായ പ്രൊഫഷണൽ ടെംപ്ലേറ്റുകൾ തിരഞ്ഞെടുക്കാനും വിവരങ്ങൾ പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും അവസാനം CV PDF ആയി ഡൗൺലോഡ് ചെയ്ത് കസ്റ്റമർക്ക് നൽകാനും നമുക്ക് സാധിക്കും. ജനസേവന കേന്ദ്രം നടത്തുന്ന നമുക്ക് വളരെ സമയം ലാഭിക്കാനും കൂടുതൽ കസ്റ്റമർക്ക് വേഗത്തിൽ സേവനം നൽകാനും AI CV തയ്യാറാക്കുന്നതിലൂടെ അധിക വരുമാനം ഉണ്ടാക്കാനും സഹായിക്കുന്ന മികച്ച സംവിധാനമാണ് ഇത്. മുമ്പേറെ സമയമെടുത്ത് ചെയ്ത ജോലി ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ജനസേവന കേന്ദ്രം നടക്കുന്ന നമുക്ക് 3 ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. 1, CV തയ്യാറാക്കുന്ന സമയം ലാഭിക്കാം. 2, കസ്റ്റമർക്ക് കൂടുതൽ പ്രൊഫഷണൽ സേവനം നൽകുക. 3, ഓരോ CVയിലൂടെയും ഈ സേവനം കൊടുക്കുന്നതിലൂടെയും അധിക വരുമാനം നമുക്ക് നേടാൻ സാധിക്കും. എന്നാൽ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം, AI തയ്യാറാക്കുന്ന വിവരങ്ങൾ നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് കസ്റ്റമറുടെ യാഥാർത്ഥ്യ വിദ്യാഭ്യാസം, ജോലി പരിചയം, സ്കിൽ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ ശരിയാണോ എന്ന് പരിശോധിക്കണം. തെറ്റായ വിവരങ്ങൾ ഇല്ലാത്ത യോഗ്യതകളോ CVയിൽ ചേർക്കരുത്. നമുക്ക് നമ്മുടെ പോർട്ടലിലോട്ട് പോകാം. നമുക്ക് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മുടെ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യാം. വരുന്ന സൈറ്റിൽ അതിനുശേഷം ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്നു. യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പ്രീമിയം സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ CV ബിൽഡർ എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് മുകളിലോട്ട് നീക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ മോഡേൺ ആയ രീതിയിൽ, ഇപ്പോൾ കണ്ട മോഡേൺ രീതിയിൽ, ക്രിയേറ്റീവായ രീതിയിൽ, പ്രൊഫഷണലായ രീതിയിൽ, സിമ്പിളായ രീതിയിൽ ഉണ്ടോ, എല്ലാം നമുക്ക് തയ്യാറാക്കാം. ഇപ്പം മോഡേൺ ആയ രീതിയിൽ നമുക്ക് ഒന്നെടുത്ത് നമുക്ക് തയ്യാറാക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ടെംപ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ യൂസ് ടെംപ്ലേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളത് കണ്ട ഈ ഭാഗത്തുള്ള ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടൈപ്പ് പേരടിക്കുക. ഇവിടെ നമ്മുടെ പ്രൊഫഷണൽ ടൈറ്റിൽ കൊടുക്കുക. അത് ഓരോ ആൾ എന്താണ് അവരുടെ ജോലിയുടെ പ്രൊഫഷണൽ എന്താണെന്ന് വെച്ചാൽ അത് രീതി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇമെയിൽ ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക. ലൊക്കേഷൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ നമ്മൾ പ്രൊഫഷണൽ സമ്മറിയില്ലേ, അവിടെ AIയിൽ കൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഒന്ന് കൊടുക്കാം, CEO Enterprises 10 year എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ടൊന്ന് AI ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഇവിടെ നമ്മൾ എന്താണോ കണ്ടോ, നമ്മൾ എന്താണോ കൊടുത്താൽ അതിന് കണ്ട കറക്റ്റായിട്ട് നമുക്കിവിടെ ഒന്ന് വായിച്ച് നോക്കണം. റീജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ജനറേറ്റ് ഒന്നുകൂടെ കൊടുത്താൽ മാറ്റി വരുന്നതാണ്. ഇപ്പം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ഫോട്ടോ ആണ്. കണ്ട ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെയായി. ഇനി അടുത്ത ഫോട്ടോയാണ്. ഫോട്ടോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. നമ്മുടെ ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ കൊടുക്കാം. ഇതിങ്ങനെ നീക്കുക, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഫോട്ടോ കൊടുത്തു. ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം.
അപ്ലൈ ക്രോപ്പ് കൊടുത്തു, കണ്ടോ ഫോട്ടോ ഇവിടെ വന്നു. ഈ ഫോട്ടോ നമുക്ക് ഏത് രീതിയിലും മാറ്റാം. സർക്കിളാക്കാം, റൗണ്ടഡ് ആക്കാം, സ്ക്വയർ ആക്കാം. നമ്മൾ സർക്കിൾ എന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്, അല്ല റൗണ്ടഡ് ആക്കണം, അങ്ങനെ ആക്കാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ സോഷ്യൽ ലിങ്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന് സോഷ്യൽ ലിങ്ക് സാധാരണ കൂടുതലുമായിട്ട് നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയുടെ ലിങ്ക് എല്ലാം സാധാരണ ചെക്ക് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയുടെ ലിങ്ക് നമുക്ക് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്കോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇവിടെ നമ്മുടെ സോഷ്യൽ ലിങ്ക് എടുത്തു. അതിനുശേഷം ഇവിടെ കൊടുത്തു, ഡിസ്പ്ലേ നെയിം ഫേസ്ബുക്ക്. അതേപോലെ കൂടുതൽ ചെയ്യണം വേണ്ടി ഈ ആഡ് എന്ന രീതിയിൽ അവിടെ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമും കൂടെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക, ആഡ് ചെയ്യുക. പിന്നെ അടുത്ത നെക്സ്റ്റ്. ഇപ്പോൾ എന്ത് വേണം, എത്ര വേണമെങ്കിലും സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബിൻ്റെ വേണം യൂട്യൂബ് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ സ്കില്ലാണ് കൊടുക്കേണ്ടത്. നമുക്കറിയാവുന്ന സ്കില്ലുകളെ കുറിച്ച് വേണമെങ്കിൽ കൊടുക്കാം. ശരിക്കും നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് ആ രീതിയിലുള്ള നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ AI ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തെല്ലാത്തിനെ കുറിച്ച് പറഞ്ഞോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാവുന്ന സ്കില്ലുകളില്ലേ. നമുക്ക് എന്തായാലും അവിടെ നമുക്ക് അതിൻ്റെ എന്താണ് അവരുടെ സ്കില്ല് ചോദിച്ചിട്ട് അത് തന്നെ കൊടുക്കുക. ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഒരു സ്കില്ല് ഇവിടെ എഴുതി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ ആഡ് ചെയ്യാൻ വരണമെങ്കിൽ അത് അവിടെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് എന്താണോ വെച്ചാൽ അത് കൃത്യമായിട്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് കമ്പനിയിലാണ്, എത്ര വർഷമായിട്ടുണ്ട്, ഏത് സിറ്റിയാണ്. പിന്നെ അതേപോലെ കൊണ്ട് ഇത് കൊടുക്കണം, AI ജനറേറ്റ് ചെയ്ത് കൊടുക്കണം. AI ജനറേറ്റ് തന്നെ വരികയും ചെയ്യും. എക്സ്പീരിയൻസ് കൂടുതലായിട്ട് എഴുതും. അതിനെക്കുറിച്ച് ഇവിടെ ചെറുതായിട്ടൊന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് എഴുതി കൊടുത്താൽ മതി. റെഫറൻസ് നമ്പർ കൊടുക്കണം. ഇവിടെ റെഫറൻസ് നമ്പർ നമ്മളോട് കൊടുക്കാൻ പറ്റും. ആഡ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, എക്സ്പീരിയൻസ് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ഇതിവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കൊടുക്കുക. നമുക്കറിയാവുന്ന ലാംഗ്വേജുകൾ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ ലാംഗ്വേജ് വേണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ലാംഗ്വേജ് നമുക്ക് തമിഴ് അറിയാമെങ്കിൽ തമിഴ് കൊടുക്കുക, മലയാളം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഏതെങ്കിലും നമ്മൾ പ്രൊജക്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനുമായിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ കൂടുതൽ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ കാര്യങ്ങളായിട്ട് നമുക്കിവിടെ പ്രൊജക്റ്റിനെ കുറിച്ച് കാര്യങ്ങൾ വേണം നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുത്താൽ കണ്ടോ നമുക്ക് പ്രിൻ്റ് എടുക്കാനാണെങ്കിൽ നമ്മളൊന്ന് മൊത്തം ചെക്ക് ചെയ്ത് നോക്കണേ, എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഉണ്ടോ വളരെ മനോഹരമായിട്ട് എത്ര പെട്ടെന്ന് നമുക്ക്. പിന്നെ അതേപോലെ നമുക്കത് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്യുക. ഏത് രീതിയിലാണ് എക്സ്പോർട്ട്, PDF ആയിട്ടാണ്, PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നു. പിന്നെ അതേപോലെ നമ്മൾ ഡൗൺലോഡ്സിൽ പോവുകയാണെങ്കിൽ കണ്ടോ അതിൻ്റെ അത് നമ്മൾ അതുണ്ടാവും. കണ്ടോ നമ്മുടെ CV അവിടെ വന്നു കഴിഞ്ഞു. കണ്ടോ CV നമ്മുടെ വന്നു കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ്, എത്ര എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആഡ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് എന്ത് വേണം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, AI തയ്യാറാക്കുന്ന വിവരങ്ങൾ നേരിട്ട് ഡൗൺലോഡ് ചെയ്യാതെ കസ്റ്റമറുടെ യഥാർത്ഥ വിദ്യാഭ്യാസം, ജോലി പരിചയം, സ്കിൽ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ ശരിയാണോ എന്ന് നിങ്ങൾ കൃത്യമായി പരിശോധിക്കണം. തെറ്റായ വിവരങ്ങളോ ഇല്ലാത്ത യോഗ്യതകളോ CV-യിൽ ചേർക്കരുത്. ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് CV തയ്യാറാക്കാൻ പറ്റുന്നത്. അടുത്ത ഒരു ഉപകാരപ്രദമായ ട്യൂട്ടോറിയലുമായി വീണ്ടും കാണാം.